കൊടുത്തിട്ടൊന്നുമില്ല. 268 പേരെ ഇതുവരെയ്ക്കും എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ കൊല്ലമൊക്കെ 813, അതിന്റെ കൊല്ലം 700 സംതിങ്, അതിന്റെ മൂന്നാം കൊല്ലം 1000 എത്ര പേരെ നിയമനം നടന്നതാണ്. എന്നിട്ട് എന്തിനാണ് ഇത് നമ്മളോട് കാണിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ലിസ്റ്റ് ചുരുക്കി 60 കട്ട് ഓഫ് ആയിരുന്നു. അതിലൊക്കെ കടക്കാൻ ഞാൻ പോയ ഗ്രൗണ്ടില് 50 മുകളിൽ വരും എന്ന് പ്രതീക്ഷിച്ച് എത്ര പെൺപിള്ളേരും ആൺപിള്ളേരും ആണ് വന്നിട്ട് ഫിസിക്കൽ ചെയ്തിട്ട് ലിസ്റ്റ് വർഷങ്ങളോളം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടു. അതെ, വർഷങ്ങളോളം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇപ്പൊ ഒരു ലിസ്റ്റിൽ വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഇരുന്നാലും നമുക്ക് പറ്റത്തില്ല. തിരക്കി വയ്ക്കാൻ മതി. കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രമേ എല്ലാരും കഷ്ടപ്പെട്ടുള്ള വീട്ടിൽ നിന്നാണ് വരുന്നത്. അല്ലാതെ അവരൊക്കെ ലിസ്റ്റ് കയറാൻ പറ്റത്തില്ല. കഷ്ടപ്പാടില്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പറ്റത്തില്ല. അപ്പൊ ഈ 500-ലേറെ പേരെ എടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമല്ല. 500 അതാരാ പറയുന്നത്? അതൊരിക്കും പറഞ്ഞിട്ടില്ല. 500 പേരെ എടുത്തില്ല. 268 നിൽക്കുന്നതാണ് ഇപ്പോഴും. 268 പേരെയാണ് ആ ലിസ്റ്റിൽ. ഇതിൽ 200 സംതിങ് ഉള്ളവർ വരെ ഇവിടെയുണ്ട്. എന്റെ കൂടെ വന്ന കുട്ടിക്ക് 286 അവർക്ക് ഇതുവരെയ്ക്കും നിയമനമല്ല. ആലോചിച്ച് നോക്കിയാണ് 200 സംതിങ്ങിലൊക്കെ വന്നവരൊക്കെ പോലും ഇല്ല എന്ന് പറയണത്. വിവരാവകാശത്തിൽ നമ്മൾ വച്ചപ്പോ 500 സംതിങ് ഒഴിവുണ്ട്. സ്റ്റേഷനിലായാലും ഫില്ലിംഗ് ഒന്നുമല്ല. ഒരു സ്റ്റേഷനിൽ 6 പേരെങ്കിലും വേണം. അതൊന്നും പലയിടത്തും വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. എന്നിട്ടാണ് ഇവരെന്താണ് ആളിനെ എടുക്കാത്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ വലിയ വനിതാ CPOമാരില്ലാത്ത പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട്. 15% ആവണമെന്നാണ് പറയുന്നത്. പക്ഷെ 11 സംതിങ്ങേ ആയിട്ടുള്ളൂ. എന്നിട്ട് എന്താ വേക്കൻസി ഉണ്ട്. പിന്നെ എന്താണ് ലിസ്റ്റ് വന്നവർക്ക് ജോലി കൊടുക്കാത്തതാണ്. എന്റെ അച്ഛൻ വർഷാപ്പ് പണിക്കാരനാണ്. വീട്ടിൽ നോക്കണമെന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് ഞാൻ കല്യാണം കഴിച്ചിട്ട് 6 മാസം ആയതേ ഉള്ളൂ. അതുവരെ ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാനും പറഞ്ഞു. ഇന്ന് ലിസ്റ്റ് വന്നതിന് ശേഷം ഫിസിക്കലിന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു മേഖലയിൽ തന്നെ ആലോചിച്ചത്. എന്നിട്ട് എന്താണ് ലിസ്റ്റിൽ ഇത്രയും തന്നെ വൈകിപ്പിച്ചത്? ജോലി കിട്ടിയ സ്വന്തം ഈ വന്നതില് കാസർഗോഡ് നിന്ന് ഒരാൾക്കാരുണ്ട്. അവരെല്ലാം 30 വയസ്സിലുള്ള പെൺപിള്ളേരൊക്കെ ഞാൻ ചോദിക്കുമ്പോ അവർ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവരെല്ലാരും ഈ ലിസ്റ്റ് വരട്ടെ, എന്തെങ്കിലും ആവട്ടെ. എല്ലാരും ഇപ്പൊ അതല്ലേ ആഗ്രഹിക്കുന്നത്. കുടുംബത്തിനും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ? എല്ലാവർക്കും നല്ല പ്രതീക്ഷയായിരുന്നു. ജോലി കിട്ടും. പക്ഷെ സർക്കാരിനോട് അടിയന്തര ശ്രദ്ധ വേണം. ഇനിയെങ്കിലും നിങ്ങളെ കാണണം. അതെ, കാണണം. എല്ലാരും വലിയ കുടുംബത്തിൽ നിന്ന് വരുന്നവരൊന്നും അല്ല. എല്ലാരും താഴേക്കുള്ളവർ മാത്രമേ പഠിച്ച് ലിസ്റ്റിൽ വരത്തുള്ളൂ. അല്ലാത്തവർ വരില്ല.